ഉണർവിൻ്റെ തടസ്സമായ ഈ ഏറ്റവും ഭയങ്കരമായി പിശാച് ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യരുടെ ഇടയിൽ ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ ആലോചനകളെ കേൾക്കാതെ മനുഷ്യൻ്റെ ആലോചനകൾ കേൾക്കുക. പിന്നെ അത് പുസ്തകങ്ങളിൽ ആശ്രയിക്കുക, ഇൻ്റർനെറ്റിൽ ആശ്രയിക്കുക. ഈ ലോകത്തിൽ അനേക ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരുണ്ട്. എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് റിവൈവലുമായി എഴുന്നേറ്റ് ഭയങ്കരമായി ചലിച്ചവരുണ്ട്. പക്ഷേ അവരെല്ലാവരും വീണുപോയ ഒരു കാര്യം, അവർ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് പകരം മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഇന്ന ആളിൻ്റെ ഉപദേശം, ഇന്ന ആളിൻ്റെ ടീച്ചിങ്ങുകൾ. ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന അനവധി ടീച്ചേഴ്സുണ്ട്. പലതും കൾട്ടുകളാണ്. 1500-ൽ പരം കൾട്ടുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് പല ആൾക്കാരും ആരംഭങ്ങളിൽ വരുന്ന ശക്തമായി അവർ പോകുന്ന ഇടങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി, 10,000 കൂടി അവർ കേരളത്തെ പിടിക്കും, ഇന്ത്യയെ പിടിക്കാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച അസാധാരണമായ വിശ്വാസവീരനായ വിശ്വാസത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്ത ആദ്യകാലങ്ങളിൽ എ അലനും അതുപോലെ തന്നെ അറിയപ്പെട്ട പല ചാൾസ് ഫിന്നിയെ പോലെയൊക്കെ ദൈവത്താൽ പ്രയോജനപ്പെടേണ്ട പലരും വീണുപോയ, ഉന്നതന്മാർ വീണുപോയ ഒരു മേഖലയാണ് ദൈവശബ്ദം കേൾക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ശബ്ദത്തിന് പകരം മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. മാത്രമല്ല അവരുടെ സ്വന്തം ദർശനങ്ങളിൽ അവർ പ്രവേശിക്കാൻ തുടങ്ങി. സ്വന്തം ദർശനം, ഒരു വെളിപ്പാട് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയൊരു വെളിപ്പാടുകളുടെ പുറകെ പോയി വെളിവില്ലാതായി. അവർ വെളിപ്പാടുകളിൽ ആശ്രയിച്ചു, പുസ്തകങ്ങളിൽ ആശ്രയിച്ചു, ടീച്ചിങ്ങുകളിൽ ആശ്രയിച്ചു, മാനുഷിക ശബ്ദങ്ങളിൽ അവർ ആശ്രയിച്ചു. മാത്രമല്ല പണത്തിൽ അവർ ആശ്രയിച്ചു. അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ജയത്തിന് വേണ്ടി, മാനുഷികമായ ലോകപ്രകാരമുള്ള ജയത്തിന് വേണ്ടി ദൈവാലോചനകളെ അവർ തള്ളിക്കളഞ്ഞിട്ട് അതിന് പകരം സ്വന്തം ദർശനങ്ങളിൽ അവർ പ്രവേശിക്കാനിടയായി. ദൈവത്തിൻ്റെ ആലോചനയെ തള്ളിക്കളഞ്ഞു. മോശയെ നമുക്ക് കാണാൻ സാധിക്കും. മോശയുടെ ഏറ്റവും വലിയ 33-ാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകത്തിനകത്ത് മോശയ്ക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. തനിക്ക് വിരോധമായിട്ട് തൻ്റെ സഹോദരനായ അഹരോനും മിരിയാമും വരെ തിരിഞ്ഞു, കോരഹപുത്രന്മാർ തിരിഞ്ഞു. തൻ്റെ കൂടെ ചലിക്കാൻ 10-30 ലക്ഷം പേര് ജനങ്ങളുണ്ട്. പക്ഷേ ഈ ജനത്തെ ഒന്നും കണ്ട് മോശ ഒരിക്കലും ഇതായിപ്പോയില്ല. മോശയ്ക്ക് ജനമല്ല വലുത്, മെഗാ ചർച്ചല്ല വലുത്, കൂടെ നിൽക്കുന്നവരല്ല വലുത്, തന്നെ കല്ലെറിഞ്ഞവരോ ഇതൊന്നുമല്ല വലുത്, തൻ്റെ കയ്യിലിരിക്കുന്ന കൃപാവരത്തിൻ്റെ വടി അത് മോശയ്ക്കൊരു വിഷയമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ കൂടെ ഉണ്ട്. രാത്രിയും പകലും അഗ്നിസ്തംഭമായി മേഘസ്തമായി ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് ഈ ലോകത്തെ എല്ലാവരും നമ്മളടക്കമുള്ളവർ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം. ദൈവമേ, അങ്ങയുടെ മഹത്വം എനിക്ക് കാണണം. അത് മാത്രമല്ല, ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുറ്റം പറച്ചിലും വിമർശനങ്ങളും, കല്ലെറിയേണ്ടവനെ കൊല്ലണം, കല്ലെറിയണമെന്ന് പറഞ്ഞപ്പോഴും മോശ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ശബ്ദത്തേക്കാൾ വലിയ കേട്ടത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത്. അപ്പോൾ ഒരു ഉണർവിന് വേണ്ടി നിൽക്കുന്ന, ഒരു ഉണർവിന് വേണ്ടി ദൈവം പുറത്തിറക്കുന്ന വ്യക്തി തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആ വ്യക്തിയെ നടത്തേണ്ടതും നയിക്കേണ്ടതും പുസ്തകങ്ങളല്ല, ഇൻ്റർനെറ്റുകളല്ല, അറിവുകളല്ല. അവനെ നടത്തേണ്ടത് ദൈവത്തിൻ്റെ ആലോചനയാണ്, ദൈവശബ്ദമാണ്. എവിടെയെല്ലാം ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി തൻ്റെ ഭാര്യയും മക്കളും സിഗ്ലാഗിൽ വെച്ച് നഷ്ടപ്പെട്ടപ്പോൾ, ദാവീദ് എന്ന് പറയുന്ന അഭിഷിക്തൻ, അദ്ദേഹം ഒരു രാജാവാണ്, അനവധി യുദ്ധങ്ങളിൽ ജയിച്ചവനാണ്, അനവധി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ദൈവത്തിൻ്റെ കൂടെ ആലോചന ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും തിരിച്ചു കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൈന്യത്തെ അയച്ചാൽ മതി, താനേക്ക് പോകാം. പക്ഷേ ആ ദാവീദിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, മുട്ടുമടക്കി കർത്താവെ, ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും പിന്തുടരണമോ എന്ന ആലോചന ചോദിച്ചു. അപ്പോൾ ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ച് ദൈവശബ്ദം കേട്ട് മൂവ് ചെയ്യുന്നതിന് പകരം ഹല്ലേലൂയ മാനുഷികമായ വ്യക്തികളുടെ ആലോചന പ്രകാരം മൂവ് ചെയ്യുന്ന മനുഷ്യർ പറയും, ഐക്യതയോടെ ഒരുമിച്ച് പോകുന്ന സഭകൾ പലതും തകർന്നു പോകുന്നതിന് കാരണം രണ്ടുപേരെ തമ്മിൽ തകർത്ത് കളയാൻ ഒരുമിച്ച് യൂണിറ്റിയായിട്ട് മൂവ് ചെയ്യുന്ന പല ചർച്ചകളും പല സഭകളും പല ശുശ്രൂഷകളും ഇന്ന് വാനിഷാകാൻ കാരണം, ഒന്നുമില്ലാതായി പോകാൻ കാരണം, ഇതിനിടയിലോട്ട് വന്ന് ബ്രെയിൻ വാഷ് ചെയ്യുന്ന പല കള്ളക്കുറുക്കന്മാരുടെയും വാക്കുകൾ കേട്ട് പല ഐക്യതയോട് കൂടി നിന്ന പലരും ഇന്ന് ചിതറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഉണർവിനെ ബ്ലോക്ക് ചെയ്യുന്ന, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നതിന് പകരം മനുഷ്യൻ്റെ ആലോചന കേൾക്കുന്ന, ഇൻ്റർനെറ്റിൻ്റെ ആലോചന കേൾക്കുന്ന, പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് പ്രസംഗിക്കുന്ന ഈ ഒരു മേഖല മാറിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി മാറാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉണർവ് കൊണ്ടുവരാൻ സാധിക്കൂ. ഇന്ന് അനേകർ ഈ ഒരു പ്രൊഫഷനെ ജോലിയായിട്ട് 5 വർഷം ഒരു സ്ഥലത്തിരിക്കുന്നു, 5 വർഷം അവിടെ ഇരുന്ന് ശമ്പളമുണ്ട്, സാലറി ഉണ്ട്. ആ സാലറി അവർ ദൈവത്തിൻ്റെ ആലോചനയല്ല കേൾക്കുന്നത്,
അവർ കേൾക്കുന്ന സംഘടനയുടെ ആലോചനയാണ്. അവർക്ക് യേശു എന്ന് കേട്ടാൽ രക്തം തിളയ്ക്കത്തില്ല. അവർക്ക് യേശുവിന് പകരം അവരുടെ സംഘടനയുടെ പേര് കേട്ടാൽ രക്തം തിളയ്ക്കും. സംഘടനയെ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. യേശുവിനെ തൊട്ട ഒരു പ്രശ്നമില്ല. അവർ ദൈവശബ്ദമല്ല, ദൈവാലോചനയല്ല കേൾക്കുന്നത്. അവരുടെ സഭയ്ക്കകത്ത് സംഘടന പറയുന്ന ആരാധനക്രമങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്തുള്ള അഭിഷേകമില്ല, അന്യഭാഷയില്ല, കൃപാവരമില്ല, കൂട്ടായ്മയില്ല, അവിടെ അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് ഒരു കാര്യമുണ്ട്, കൃത്യമായിട്ട് മാസാമാസം 5000 രൂപയും 6000 7000 ഉണ്ട് ശമ്പളം കിട്ടുന്നവരുടെ മക്കളെല്ലാം നല്ല സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് ആ കംഫർട്ട് സോൺ വിട്ട് പോകാൻ വലിയ പാടാണ്. അവർ കൈയും കാലും പിടിച്ച് ട്രാൻസ്ഫർ ആകാതെ അവിടെ കാല് പിടിച്ച് കിടക്കുക. അവർ ദൈവത്തിനെ അല്ല സേവിക്കുന്നത്, അവർ മനുഷ്യനെയും സംഘടനയും സേവിക്കുക. പിന്നെ എങ്ങനെയാണ് ആ സഭയിൽ ജനം വരുന്നത്? ഇപ്പോൾ റിവൈവൽ നടക്കുന്നണമെങ്കിൽ ജോലിക്കാരെയല്ല, മനുഷ്യനെ സേവിക്കുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തെ സേവിക്കുന്നവനെയാണ് ദൈവം ഉണർവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഗോഡ് ബ്ലസ് യു.